ഹായ്, ഇന്ന് കോളേജ് ടൂറിൻ്റെ യാത്ര തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്തുള്ള കലാശലിംഗം യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് മധുരൈ തെങ്കാശി ഹൈവേയിൽ കൃഷ്ണൻകോവിൽ എന്ന സ്ഥലത്താണ്. തിരുവനന്തപുരം കൊല്ലം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് മധുരൈ എത്തുന്നതിന് മുമ്പ് ട്രെയിനിലാണെങ്കിൽ ശ്രീവില്ലിപുത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. അവിടെ നിന്ന് 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ യൂണിവേഴ്സിറ്റിയിലെത്താം. ബസ്സിനാണ് വരുന്നതെങ്കിൽ കൃഷ്ണൻകോവിലാണ് ഇറങ്ങേണ്ടത്. കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ഭാഗത്തു നിന്നും വരുന്നവർക്ക് മധുരൈ ടൗണിൽ നിന്നും 1 മണിക്കൂർ യാത്ര ചെയ്താൽ യൂണിവേഴ്സിറ്റിയിലെത്താം. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ മെയിൻ എൻട്രൻസ്. ഏതാണ്ട് 550 ഏക്കറോളം സ്ഥലത്താണ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഇതുകൂടാതെ 450 ഏക്കർ അഗ്രികൾച്ചർ ലാൻഡും യൂണിവേഴ്സിറ്റിക്കുണ്ട്. ടി കലാശലിംഗം ഫൗണ്ടർ ചെയർമാനായി 1984 ഈ സ്ഥാപനം തുടങ്ങുന്നത്. 2006 UGC ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. കോളേജുകളുടെയും യൂണിവേഴ്സിറ്റികളുടെയും റാങ്കിംഗ് വിലയിരുത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിംഗ് ഫ്രെയിംവർക്ക് NIRFൻ്റെ റാങ്കിങ്ങിൽ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ 29ാം സ്ഥാനത്താണ് ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. അക്രഡിറ്റേഷനുകളുടെ കാര്യം പറയുകയാണെങ്കിൽ NAACൻ്റെ A++ ഗ്രേഡും NBA ടയർ 1 കാറ്റഗറിയും കൂടാതെ ABET USIയുടെ 11 പ്രോഗ്രാമുകൾ അക്രഡിറ്റേറ്റ് ചെയ്തിട്ടുള്ള ഇന്ത്യയിലെ ഏക യൂണിവേഴ്സിറ്റിയുമാണ് കലാശലിംഗ യൂണിവേഴ്സിറ്റി. ABET എന്നാൽ എന്താണ് എന്നുള്ളത്, അതുപോലെ അക്രഡിറ്റേഷൻ NAAC, NBA ഇങ്ങനെയുള്ള അക്രഡിറ്റേഷൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി യൂണിവേഴ്സിറ്റിയുടെ ഫെസിലിറ്റീസുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാമ്പസിനുള്ളിൽ തന്നെ ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റൽ സൗകര്യവും മൾട്ടി ജിം, ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡോട് കൂടിയ സ്വിമ്മിംഗ് പൂൾ, 100,000-ൽ കൂടുതൽ ബുക്കുകൾ ഉള്ള AC ലൈബ്രറി, ഇന്നോവേഷൻ സെൻറ്റേഴ്സ്, ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, ATM, ഇൻഡോർ സ്റ്റേഡിയം, കഫറ്റീരിയ, ബുക്ക് സ്റ്റോൾസ്, ഫാൻസി ഫുഡ് കോർട്ട്, ബ്യൂട്ടി പാർലർ, സലൂൺ, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, സ്റ്റേഡിയം, പ്ലേഗ്രൗണ്ട് ഇതെല്ലാം ക്യാമ്പസിനുള്ളിൽ തന്നെയുണ്ട്. ഇനി റിലീജിയസ് രീതിയിൽ നോക്കുകയാണെങ്കിൽ ക്യാമ്പസിനുള്ളിൽ തന്നെ അമ്പലവും ക്യാമ്പസിൻ്റെ മതിലിനോട് ചേർന്ന് തന്നെ മുസ്ലിം മോസ്കും ക്യാമ്പസിൽ നിന്നും മെയിൻ എൻട്രൻസിൽ നിന്നും 200 മീറ്റർ മാറി ക്രിസ്ത്യൻ ചർച്ചും സ്ഥിതി ചെയ്യുന്നു. ഇനി ഇവിടെയുള്ള കോഴ്സുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമായി എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ച് പറയാം. എഞ്ചിനീയറിംഗ് കോളേജിൽ വരുന്നത് BTech എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഫുഡ് ടെക്നോളജി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, കെമിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഞ്ചിനീയറിംഗ്, ഡാറ്റാ സയൻസ് എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളാണ് BTechന് വരുന്നത്. എഞ്ചിനീയറിംഗിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതായത് +2-ൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നിർബന്ധമാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ 50% കൂടുതൽ മാർക്കും നിർബന്ധമാണ്. ഇതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി വരുന്നത്. ഇനി സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. സ്കോളർഷിപ്പ് അവൈലബിൾ ആവുന്നത് JEEയുടെ സ്കോർ വെച്ചിട്ടും +2-ൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലും കലാശലിംഗ യൂണിവേഴ്സിറ്റി നടത്തുന്ന എൻട്രൻസിൻ്റെ മാർക്ക് ബേസിസിലും 3 കാറ്റഗറി ബേസിസിലാണ് സ്കോളർഷിപ്പ് അവൈലബിൾ ആകുന്നത്. ഇതുകൂടാതെ സ്പോർട്സ് കോട്ടയുണ്ട്, അതുപോലെ കാസ്റ്റ് റിസർവേഷൻസ് ഉണ്ട്,
അതിനെക്കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ആ ലിങ്കിൽ ഞാൻ ഉൾക്കൊള്ളിക്കാം. ഇനി എഞ്ചിനീയറിങ്ങിൻ്റെ പ്ലേസ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഹയസ്റ്റ് പ്ലേസ്മെൻറ്റ്സ് പോയേക്കുന്നത് കഴിഞ്ഞ വർഷത്തിൽ 51 ലക്ഷം രൂപയാണ് പെർ ആനം പോയിരിക്കുന്നത്. ആവറേജ് പ്ലേസ്മെൻറ്റ് 6.5 ലാക്സ് ആണ് വരുന്നത്. ഏകദേശം 82% സ്റ്റുഡൻസും പ്ലേസ്ഡ് ആവുന്നുണ്ട്. കണ്ടിന്യൂസ്ലി 7 ഇയേഴ്സ് എബോവ് 80% സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയിട്ടുണ്ടെന്നാണ് റെക്കോർഡിൽ കാണിക്കുന്നത്. അടുത്തതായി വരുന്ന കോഴ്സുകൾ BBA, BCom, BCA. BCA എടുത്തു പറയേണ്ട ഒരു കാര്യം, BCA TCS കമ്പനിയുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ടാണ് BCA പ്രോഗ്രാം നടത്തുന്നത്. BCAയുടെ കഴിഞ്ഞ 3 വർഷ ബാച്ചുകളിലും 90% കുട്ടികളും പ്ലേസ്ഡ് ആണ്. ആവറേജ് സാലറി 4.5 ലാക്സ് ആണ് പ്ലേസ്മെൻറ്റ്സിൽ വരുന്നത്. അടുത്തതായി BSc അഗ്രികൾച്ചർ ആൻഡ് BSc ഹോർട്ടിക്കൾച്ചർ. ഇതിലെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ലാബ് തന്നെയാണ്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുള്ള അഗ്രികൾച്ചർ ലാബ് കോളേജിന് ഉള്ളിൽ തന്നെ അവൈലബിൾ ആണ്. 450 ഏക്കറോളം അഗ്രികൾച്ചർ ലാൻഡിലാണ് പ്രാക്ടിക്കൽ ക്ലാസ്സുകളും മറ്റും അഗ്രികൾച്ചറിന് നടക്കുന്നത്. അതുപോലെ നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ വിഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ BSc നഴ്സിംഗ്, BPT, BPharm, PharmD, BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ക്ലിനിക്കൽ സൈക്കോളജി, ജെറിയാട്രിക് കെയർ ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ക്ലിനിക്കൽ ന്യൂട്രീഷൻ, ഒപ്റ്റോമെട്രി, ആക്സിഡൻ്റ് ആൻഡ് എമർജൻസി കെയർ, മെഡിക്കൽ റെക്കോർഡ് സയൻസ്, ഡയാലിസിസ് ടെക്നോളജി എന്നീ കോഴ്സുകളും ഇവിടെ വരുന്നുണ്ട്. നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകളുടെ ക്ലിനിക്കൽ ട്രെയിനിങ് നടക്കുന്നത് ക്യാമ്പസിനകത്ത് തന്നെയുള്ള കലാശലിംഗം മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ ഇതിനകത്ത് തന്നെയാണ് നടക്കുന്നത്. മറ്റു കോഴ്സുകൾ വരുന്നത് BSc ഫോറൻസിക് സയൻസ്, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, BSc കാറ്ററിംഗ് സയൻസ് ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, പോളിടെക്നിക്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്നിങ്ങനെ ഒട്ടനവധി കോഴ്സുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പറയാനുള്ളത്. ഇതുപോലെ നമ്മൾ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഒട്ടനവധി കോളേജിൽ നേരിട്ട് പോയി വിസിറ്റ് ചെയ്ത് അവിടുത്തെ ഫെസിലിറ്റീസും മറ്റുള്ള കാര്യങ്ങളെല്ലാം കണ്ട് നിങ്ങൾക്ക് ഇതേപോലെ വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുത്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.